യെസ്, ജലീൽ പുനലൂർ, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അല്ല, സമ്പൂർണ്ണ നാശമെന്ന ട്രംപിന്റെ വാക്കുകളെ എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയ വ്യക്തിത്വം പോലും വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഇത്രത്തോളം ആവേശം ഉണ്ടാകേണ്ടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രത്തോടോ അല്ലെങ്കിൽ വിഭാഗങ്ങളോടോ ഉള്ള വിദ്വേഷമല്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നത്, അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞതായിട്ട് ഒരുപക്ഷെ അനിൽ നമ്പ്യാർജി അടക്കമുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം പലരോടും പല രാജ്യങ്ങളോടും തിണ്ണമെടുക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ധാർഷ്ട്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകം നയിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ തെളിയിക്കുന്ന നായകനാണ് താനെന്ന് വരുത്തി തീർക്കാൻ പല മൂന്നാംകിട രാഷ്ട്രങ്ങളോടും അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേവല ജൽപ്പനങ്ങളായി മാറുന്ന ഒരു കാഴ്ചയ്ക്കാണ് വർത്തമാനകാല ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് 4 നാൾ കൊണ്ട് ഇറാനെ തവിടുപൊടിയാക്കുമെന്ന്. അപ്പൊ ഈ വിദേശകാര്യ വിദഗ്ധനടക്കമുള്ള അദ്ദേഹം അതിൽ അന്ന് ആവേശം കൊണ്ടിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോ 2 ആഴ്ചയോളം ആകാൻ പോവാ, 10-12 ദിവസമായി. പിന്നീട് അദ്ദേഹം സ്വരം മാറ്റി 4 ആഴ്ചയാക്കി. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞതാണ് 40 ദിവസം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അനന്തമായി നീണ്ടുപോകുമെന്ന്. അപ്പൊ അത്തരത്തിലൊരു ആത്മവിശ്വാസമില്ലാത്ത ഒരു ട്രംപിന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇറാനെ പോലെയുള്ള ഒരു രാഷ്ട്രത്തെ, അത് എനിക്ക് ശേഷം സംസാരിക്കുന്ന ഈ കരസേനയിൽ ജോലി ചെയ്തിട്ടുള്ള ജനറൽ അദ്ദേഹം പറയട്ടെ, അത് രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് ഇത്തരം വിഷയങ്ങൾ നിഷ്പക്ഷമായിട്ട് അദ്ദേഹം പറയട്ടെ, ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തെ അത്ര പെട്ടെന്ന് സർവനാശത്തിലേക്ക് തള്ളിവിടാൻ ഒരു ട്രംപിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് ഈ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, ഈ ഇത്തരം രംഗങ്ങളിൽ വലിയ വൈദഗ്ധ്യമില്ലാത്ത എന്നെ പോലെ ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിപ്പം 2001 മറ്റോ ആണ്, ഞാനന്ന് ഗൾഫിലുള്ള സമയ ഈ അഫ്ഗാൻ വാർ നടക്കുന്നത്. അന്നും ഇതുപോലെ കുറെ വിദേശകാര്യ വിദഗ്ധന്മാർ പറഞ്ഞു കഴിഞ്ഞു വന്നു. 10-20 വർഷം അവിടെ ബോംബിട്ടു നശിപ്പിച്ചു. അതിനുശേഷം ഏതൊരു ശക്തിയാണോ അവിടെ നാട്ടിപ്പായിക്കുമെന്ന് പറഞ്ഞത് അവരുടെ തൃക്കരങ്ങളിൽ കൊണ്ടുപോയി ഭരണം കൊടുത്തിട്ട് നെട്ടോട്ടം ഓടേണ്ട ഗതികേടുണ്ടായ ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ഒന്നുകൂടി ഓർക്കണം, 1978 ആണെന്ന് തോന്നുന്നു ഇതേ ജൽപ്പനം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, ഇറാൻ കഴിഞ്ഞു, ഇതാ യുദ്ധം തുടങ്ങി. സദ്ദാം ഹുസൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് 37 രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള 37 രാഷ്ട്രങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്തു. എന്റെ ഓർമ്മയിൽ 1988 വരെ യുദ്ധം ചെയ്തു. ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ആകാശത്ത് നിന്ന് കുറച്ച് ബോംബുകൾ വർഷിച്ചത് ആശുപത്രികൾ ആക്രമിക്കാം, സ്കൂളുകൾ ആക്രമിക്കാം, നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാം. അതിനപ്പുറം ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. അവിടം കൊണ്ട് തീർന്നില്ല. 1988 ശേഷം ഈ കഴിഞ്ഞ കാലം വരെയും സമ്പൂർണമായി 45 കൊല്ലം സാമ്രാജ്യത്വത്തിന്റെ ഉപരോധം നേരിട്ട ഒരു രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാൻ തല താഴ്ത്തിയിട്ടുണ്ട്, അല്ലെ തല താഴ്ത്തുമെന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ അപരാധം, ഒരു തമാശയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പിറന്ന നാടിന്റെ മാനം എന്ന് പറയുന്നത് പെറ്റമ്മയേക്കാൾ മഹത്തരമെന്ന് വിശ്വസിക്കുന്ന ജനത ഒരുപാടുണ്ട്. നമ്മൾ ഇന്ത്യക്കാരങ്ങനാണ്. രജപുത്ര സംസ്കാരമൊക്കെ ഉള്ള, അതിലൊക്കെ ആവേശം കൊള്ളുന്ന ഇന്ത്യക്കാരൻ, അതിലിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകും. സമാനമായി ചിന്തിക്കുന്നവരാണ് പേർഷ്യക്കാരൻ, അഫ്ഗാനികൾ. ഒരു കാലത്തും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു കാലഘട്ടത്തിലും ഒരു വൈദേശിക ശക്തികൾക്കും അടിമപ്പെട്ട് ജീവിച്ച ഒരു ചരിത്രം ഈ പേർഷ്യക്കാരനോ അഫ്ഗാനിക്കോ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജനസമൂഹത്തെ നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് രാത്രിയോടെ ട്രംപ് സമ്പൂർണ്ണമായി നശിപ്പിച്ചു കളയുന്നു. ഹോർമൂസ് കടലിടുക്കെന്ന് പറയുന്നത് ഒരു കോഴിയുടെ കഴുത്ത് പോലെ ഞെക്കിപ്പിടിച്ചിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് വിദേശകാര്യ വിദഗ്ധർക്കും അതുപോലെ തന്നെ ഈ എനിക്ക് ശേഷം സംസാരിക്കുന്ന ബഹുമാന്യ വ്യക്തിക്കും എന്നേക്കാൾ കൂടുതൽ ആ വിഷയം അറിയാം. ഇറാന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മിസൈലാണ് ഹോർമൂസ് കടലിടുക്ക്. ഇന്ത്യയുടെ പോലും 10,000 കോടി ഉറുപ്പിയുടെ സാധനങ്ങളുമായിട്ട് പോയ കപ്പലുകൾ അവിടെ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. റഷ്യയുടെ, ചൈനയുടെ, അത് ഏറ്റവും ഒടുവിൽ വരുന്ന ഇന്ത്യക്കും അനുവാദം കൊടുക്കുമെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ ഒരു വിഭാഗത്തോടോ പ്രത്യേക മമതയോ കാട്ടേണ്ടതില്ല. സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ തിക്തഫലം ഒരുപാട് അനുഭവിച്ചവരാണ് നമ്മൾ. വൈദേശിക ആക്രമണത്തിന്റെ പരിണതഫലവും ദൂഷ്യഫലങ്ങളും അനുഭവിച്ചവരാണ് ഇന്ത്യക്കാർ. സമാനമായിട്ടാണ് ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ
ഇപ്പൊ നേരത്തെ പരിഹാസ രൂപേണ അദ്ദേഹം പറയുന്നുണ്ട് അറബ് രാഷ്ട്രങ്ങളെ പിന്നെ ആശ്വസിപ്പിക്കാൻ പോയത് മുസ്ലിങ്ങളാണ്. അത് താങ്കൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഈ ഇസ്രയേലിനോട് പോലും ഒരുപക്ഷെ അറബികൾ സമരസപ്പെട്ടു പോകും. എന്നാൽ ഷിയ സുന്നി വിഭാഗം ഒരു കാലഘട്ടത്തിൽ പ്രവാചകന് ശേഷം ചരിത്രത്തിൽ ഒരിക്കലും അവർ ഒന്നിച്ചു നിന്നിട്ടില്ല. കൊടും ശത്രുക്കളാണ്. വിശ്വാസപരമായി അവരുടെ ഹൃദയങ്ങൾ വെട്ടിമാറ്റപ്പെട്ടവരാണ്. അങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങൾ എങ്ങനെയാണ് യോജിക്കുന്നത്? പക്ഷെ അവിടെയാണ് അറബ് ലോകത്തിന്റെ ബുദ്ധിവൈഭവം ഇപ്പോൾ ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ ഇറാനും ആ നിലയിലാണ് ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നത്. ഇറാൻ കീഴടങ്ങുകയല്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായ അത് ഈ പിന്നെ ഡിന്നി സാറിനൊക്കെ കൃത്യമായി ബോധ്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10-ലധികം മൊസാദ് ചാരന്മാരെയാണ് ഖത്തർ പോലെയുള്ള ഒരു ചെറു രാഷ്ട്രത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒമാൻ 10 വർഷം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പോലും സഹോദരങ്ങളെ പോലെ ഇറാനൊപ്പം നിന്ന് ആ രാജ്യത്ത് ദുഃഖം തുറമുഖത്ത് കൊണ്ടുപോയി പിന്നെ ബോംബിടുമെന്ന് പറഞ്ഞാൽ അത് ഒമാനികൾ പോലും വിശ്വസിക്കില്ല. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ബോംബിടുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ മുന്നൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ മുട്ടനാടുകളെ കൊണ്ട് തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചോര കുടിക്കാനുള്ള പലരുടെയും ശ്രമങ്ങളായിരുന്നു. അത് അറബ് രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സൗദി കിരീടാവകാശി സൽമാൻ രാജാവ് കൃത്യമായി ഉപദേശിച്ചു അംഗരാഷ്ട്രങ്ങളോട്. അദ്ദേഹം കൃത്യമായി ഉപദേശിച്ചു, പ്രകോപനം സൃഷ്ടിക്കരുത്, ഇറാനുമായി നമ്മളൊരു പ്രകോപനം സൃഷ്ടിക്കരുത്. അതൊരു തിരിച്ചറിവാണ്. കാരണം നമ്മുടെ സൗഹൃദം നടിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളവർ കുളം കലക്കി മീൻ പിടിക്കാൻ വന്നവരാണ്. അവരുടെ അജണ്ടയിൽ നമ്മൾ വീണു പോകരുതെന്ന് കൃത്യമായ സന്ദേശം നൽകിയതാണ് സുൽത്താൻ സൽമാൻ രാജാവ്. സമാനമായാണ് UAE ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ നിരപരാധികളായ സൗദി പൗരന്മാരുടെയോ അതല്ലെങ്കിൽ ബഹ്റൈൻ പൗരന്മാരുടെയോ അല്ലെങ്കിൽ UAE പൗരന്മാരുടെയോ ജീവനെയും സ്വത്തിനെയും അപഹരിക്കുന്ന ഒരു നിലപാടും തങ്ങൾ സ്വീകരിക്കില്ല എന്ന് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ അസന്നിഗ്ധമായി ഇറാന്റെ വിദേശകാര്യ വകുപ്പ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ഈ അരുതായ്മകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഒരു പുതിയ ഏട് തുന്നിച്ചേർക്കുകയാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിവരയിട്ടുകൊണ്ട് നമുക്ക് പറയാം, നമ്മിലുള്ള ഈ സാമ്രാജ്യത്വ ദാസ്യവേലയുടെ മനോഭാവം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള മതപരമായ വിദ്വേഷങ്ങൾ, വിഭാഗീയ വിദ്വേഷങ്ങൾ അത് ഒരു യുദ്ധത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ മറ്റൊരു ചർച്ചയിൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞതാണ്, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഇപ്പോൾ നടക്കുന്ന യുദ്ധം മതപരമായ യുദ്ധമേ അല്ല, അതിൽ മതം ഒരു കക്ഷിയേ അല്ല. എല്ലാ മതത്തിലും പെട്ടവർ രണ്ട് വിഭാഗത്തിലും പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഇറാൻ മതഭ്രാന്തന്മാരുടെ രാഷ്ട്രമാണെന്ന്. അങ്ങനെ ആ വാദം ഉയർത്തുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കേവലം 1.5% ഇറാനിലെ ക്രിസ്തീയ കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. 3 പാർലമെന്റ് MP-മാരാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. ജൂതന്മാർക്ക് അവർ 0.5-6% മാത്രമേ ഉള്ളൂ. അവർക്കും ഒരു ജനപ്രതിനിധി അവർ കൊടുത്തിട്ടുണ്ട്. വിശാലമായ മതനിരപേക്ഷ ബോധവും മതേതരത്വ ബോധവും ജനാധിപത്യവും പ്രസംഗിക്കുന്ന വർത്തമാനകാല ഇന്ത്യക്ക് ഈ രാജ്യത്ത് 10-18 കോടി വരുന്ന ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നും 525 പാർലമെന്റേറിയന്മാരുണ്ടായിട്ട് MP-മാരുണ്ടായിട്ട് ഒരാളെ പോലും സംഭാവന ചെയ്യാൻ സാധിക്കാത്ത ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ് മറ്റൊരു രാജ്യത്തെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഉപരോധങ്ങളും വേട്ടയാടലുകളും നേരിട്ട ഒരു രാഷ്ട്രം, ചരിത്രത്തിൽ ഒരിക്കലും സാമ്രാജ്യത്തെ അധിനിവേശത്തിന് മുമ്പിൽ തല താഴ്ക്കാത്ത മുട്ടുമടക്കാത്ത ഒരു രാജ്യത്തെ കുറ്റപ്പെടുത്തുന്നത് ഓർക്കുമ്പോൾ സത്യത്തിൽ സഹതാപവും അതിനോടൊപ്പം പ്രയാസവും തോന്നിപ്പോകുന്നു. 2040 ഇസ്രായേലിൻ്റെ സർവനാശം, അതാണ് ഇറാൻ കുറിച്ചിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചു, ഡൂംസ്ഡേ ക്ലോക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2040 സയനിസ്റ്റുകളുടെ അന്ത്യം കുറിക്കും എന്ന് പറഞ്ഞവരുടെ അന്ത്യം ഇന്ന് രാത്രി കുറിക്കപ്പെടുമോ?